നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ഒരു വലിയ നികുതി പരിഷ്കാരമാണ് നിലവിലെ സർക്കാർ കൊണ്ടുവരുന്നത്. അത് 2027 നടപ്പിലാക്കുന്നത്. ഇത് പ്രവാസി മലയാളികളെ എങ്ങനെയൊക്കെ ബാധിക്കും, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെയാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ വിവരിക്കുന്നത്. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാം. ജർമ്മനിയിൽ പുതിയതായി എത്തിയിരിക്കുന്ന മലയാളികളും ജോലി ചെയ്യാൻ എത്തിയിരിക്കുന്ന നഴ്സുമാരും അവരോടൊപ്പം എത്തിയിരിക്കുന്ന ആളുകളും ഒക്കെ തന്നെ ഇവിടെ ടാക്സിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വിശേഷിച്ച് ചോദിച്ചാൽ ഇവിടുത്തെ പല കാര്യങ്ങൾക്കും ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഭരണഘടനാപരമായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് കിർഷൻസ്റ്റോയർ, അതായത് പള്ളിക്കരം. കാത്തലിക് ആണെങ്കിൽ പള്ളിക്കരം നമ്മൾ കൊടുത്തേ മതിയാവും. ഇൻകം ലഭിക്കുന്നതിന്റെ 9% വരെയാണ് നമ്മൾ അത് നൽകേണ്ടത്. എന്നാൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി കിർഷൻസ്റ്റോയർ കൊടുക്കാതെ പുതിയ കുറെ ആളുകൾ ഇവിടെ കഴിയുന്നുണ്ട്. ഇവരൊക്കെ തന്നെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി അതിൽ നിന്ന് ഒഴിവാക്കുന്നത്. അതത്ര ശരിയായ ഒരു നടപടിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കാത്തലിക് ആണെങ്കിൽ, കാത്തലിക് വിശ്വാസമുള്ളവരാണെങ്കിൽ പള്ളിയിലൊക്കെ നമ്മൾ പോകാറുണ്ട്. പള്ളിയുടെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. ഇനി ഭർത്താവ് പള്ളിക്കരം കൊടുക്കുന്നു, ഭാര്യ കൊടുക്കുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ ഭാര്യ പള്ളിക്കരം കൊടുക്കുന്നു, ഭർത്താവ് പള്ളിക്കരം കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വൈദികനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങളും കൂടി ഞങ്ങൾക്ക് കിട്ടിയത്. ഇത്തരത്തിൽ ഒട്ടനവധി ഉടായിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ പരിണിത ഫലം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്ന യുവ മലയാളി കുടുംബങ്ങൾക്ക് ഭാവിയിൽ അവരുടെ കുട്ടികളെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ബന്ധിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഇത് ലഭിക്കാതെ പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മാമോദിസ ഇവിടെ നടക്കണമെങ്കിൽ, എർസ്റ്റേ ഹോളി കമ്മ്യൂണിയൻ ഇവിടെ നടക്കണമെങ്കിൽ, ഇനി അഥവാ വിവാഹം ഇവിടെ നടക്കണമെങ്കിൽ, പള്ളിയിൽ വെച്ച് ഇതൊക്കെ നടന്ന് കിട്ടണമെങ്കിൽ നമ്മൾ പള്ളിക്കരം കൊടുത്തേ മതിയാവും. അത് ഇവിടുത്തെ നിയമമാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് മാറി നിൽക്കുമ്പോൾ തൽക്കാലം നമുക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകും. പക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒരുപക്ഷെ അത് ഭാവിയിൽ ബാധിച്ചേക്കാൻ ഇടയുണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പള്ളിക്കരം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതിന്റെ ഗുണവും ദോഷവും നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ആരും ഇതിനെ പ്രതി ഞങ്ങളെ പ്രതിരോധിക്കാൻ വരണ്ട. അതിന്റെ ആവശ്യവും ഞങ്ങൾ കാണുന്നില്ല. ഇനിയും ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നാൽ, ജർമ്മനിയിലെ ചാൻസലർ ഫ്രീഡ്രിഷ് മെർച്ചിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ ഒടുവിൽ രാജ്യം ഏറെ നാളായി കാത്തിരുന്ന 34 നികുതി തൊഴിൽ പരിഷ്കരണ പാക്കേജ്, അതായത് ടാക്സ് റിഫോം പാക്കേജ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന്റെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. 2027 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഈ പുതിയ പരിഷ്കാരം വഴി സാധാരണക്കാർക്കും ഇടത്തരം വരുമാനക്കാർക്കും പ്രതിവർഷം ആകെ 10 ബില്യൺ യൂറോയുടെ നികുതി ഇളവാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഉയർന്ന വരുമാനക്കാരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കി കുറഞ്ഞ വരുമാനമുള്ളവരെ സഹായിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിഷ്കാരം. ജർമ്മനിയിലെ മലയാളി പ്രവാസികളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, IT, ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ എന്നിവരെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. പ്രവാസികൾക്കുള്ള പ്രധാന നേട്ടങ്ങൾ, അതായത് അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയുമ്പോൾ, മലയാളി കുടുംബങ്ങൾക്കും ഇടത്തരം വരുമാനക്കാർക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ. കയ്യിൽ കിട്ടുന്ന ശമ്പളം കൂടും. ഹയർ ടാക്സ് ഫ്രീ ഇൻകം ആണ്. ജർമ്മനിയിലെ പ്രധാന നികുതികളോ പരിധികളായ ഗ്രൂണ്ട് ഫ്രൈ ബെത്രാഗ്, അടിസ്ഥാന നികുതി രഹിത പരിധി, ആർബൈറ്റ്സ് നെയ്മർ പൗഷ് ബെട്രാഗ്, ജീവനക്കാരുടെ അലവൻസ് എന്നിവ ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 2026 12,348 യൂറോ വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ലെങ്കിൽ 2027 മുതൽ ഈ പരിധി ഇനിയും ഉയരും. ഇതിലൂടെ സാധാരണക്കാരായ ജീവനക്കാരുടെ മാസ ശമ്പളത്തിൽ നിന്ന് ടാക്സ് ഇനത്തിൽ പിടിക്കുന്ന തുക കുറയുകയും കയ്യിൽ കിട്ടുന്ന പണം, നെറ്റ് ഇൻകം കൂടുകയും ചെയ്യും. കുട്ടികളുള്ള മലയാളി കുടുംബങ്ങൾക്ക് വലിയ ലാഭമാണ്. കിൻഡർഗാർട്ടൻ കുട്ടികളുടെ അലവൻസ് നിലവിൽ ഒരു കുട്ടിക്ക് പ്രതിമാസം ലഭിക്കുന്ന 259 യൂറോ എന്നത് 2 ഘട്ടങ്ങളിലായി 2028 272 യൂറോയായി ഉയർത്തും. അടുത്തത് കിൻഡർ ഫ്രൈ ബെത്രാഗാണ്. കുട്ടികളുടെ പേരിലുള്ള ടാക്സ് ഫ്രീ അലവൻസും വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന് 2 കുട്ടികളുള്ള ഏകദേശം 60,000 യൂറോ വാർഷിക വരുമാനമുള്ള ഒരു മലയാളി കുടുംബത്തിന് 2028 മുതൽ പ്രതിവർഷം 600 യൂറോയിലധികം, നാട്ടിലെ തുക പറയുകയാണെങ്കിൽ ഏകദേശം 55,000 രൂപയോളം നികുതി ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്തത് മിഡിൽ ക്ലാസ് പ്രൊഫഷണലുകൾക്ക് ആശ്വാസമാണ്. ശമ്പളം കൂടുമ്പോൾ ടാക്സ് റേറ്റ് കുത്തനെ ഉയരുന്ന ജർമ്മൻ നികുതി ഘടനയിലെ രണ്ടാമത്തെ പ്രോഗ്രഷൻ സോൺ, സെക്കൻഡ് പ്രോഗ്രഷൻ സോൺ ലഘൂകരിക്കാനാണ് സർക്കാർ തീരുമാനം. ഇത്
മേഖലയിലും മറ്റും ജോലി ചെയ്യുന്ന ഇടത്തരം ശമ്പളക്കാരായ മിഡ് ലെവൽ സാലറീസ് ലഭിക്കുന്ന മലയാളികൾക്ക് വലിയ തോതിൽ നികുതി ഭാരം കുറയ്ക്കാൻ സഹായിക്കും. ഇനിയും പ്രവാസികൾക്കുള്ള തിരിച്ചടികളും ദോഷങ്ങളും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഡിസ്അഡ്വാൻറ്റേജസ്. ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ ചിലവുകൾ കണ്ടെത്താൻ സർക്കാർ കൊണ്ടുവന്ന ചില കടുത്ത നിയന്ത്രണങ്ങൾ മലയാളികളെ പരോക്ഷമായി തന്നെ ബാധിക്കും. മിനി ജോബ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നികുതി കൂടും. ജർമ്മനിയിലെ മലയാളി വിദ്യാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ പ്രഖ്യാപനം. മിനി ജോബുകൾക്ക് നിലവിലുണ്ടായിരുന്ന 2% ലംസം ടാക്സ് റേറ്റ് 5% ഉയർത്തും. മിനി ജോബുകൾ പൂർണ്ണമായി നിർത്തലാക്കുമെന്ന മുൻ ചർച്ചകളിൽ നിന്ന് സർക്കാർ പിന്മാറിയെങ്കിലും നികുതി കൂട്ടിയത് വിദ്യാർത്ഥികളുടെ ചെറിയ വരുമാനത്തെ പോലും ബാധിക്കും. ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു മിനി ജോബുകൾ പൂർണ്ണമായി നിർത്തലാക്കുമെന്നുള്ളത്. എന്നാൽ സർക്കാരിന്റെ മേൽ നിരന്തരമായി ഉണ്ടായ സമ്മർദ്ദത്തിന്റെ പേരിൽ മിനി ജോബുകൾ നിർത്താൻ ഉടനടി സാധിക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലംസം ടാക്സ് റേറ്റ് തന്നെ കൂട്ടിയത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഇത്. ഇനിയും വീട് നവീകരിക്കുന്നതിനുള്ള ഇളവുകൾ കുറച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ സ്വന്തമായി വീടുള്ളവരോ അപ്പാർട്ട്മെന്റ് നവീകരിക്കുന്നതിനോ ആയ മലയാളികൾക്ക് ക്രാഫ്റ്റ്സ്മാൻ സർവീസസ്, അതായത് ഹാൻഡ് വർക്കർ ലൈസ്റ്റൂങ്ങൻ, ഉദാഹരണമായി പറയുമ്പോൾ പെയിന്റിംഗ്, പ്ലംബിംഗ്, മോഡേണൈസേഷൻ വഴിയുള്ള നികുതി ഇളവ് 20% നിന്നും 15% കുറച്ചു. ഇനി മുതൽ ഇത്തരം ജോലികളുടെ ബില്ലുകൾ ടാക്സ് റിട്ടേണിൽ കാണിക്കുമ്പോൾ മുൻപത്തെ പോലെ വലിയ തുക തിരികെ ലഭിക്കില്ല. ഇനി ഉയർന്ന വരുമാനക്കാർക്ക് റിച്ച് ടാക്സ് നൽകേണ്ടി വരും. റൈഷൻ സ്റ്റോയർ. ജർമ്മനിയിൽ ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കരിയറിൽ വളരെ ഉയർന്ന പദവികളിലെത്തി വലിയ തുക, അതായത് 2,50,000 യൂറോയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം നേടുന്നവരോ ആയ പ്രവാസികൾ ഇനി കൂടുതൽ നികുതി നൽകേണ്ടി വരും. ഇത്തരക്കാർ ഇവിടെ തീരെ കുറച്ചേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രം ആണ് ഇത്തരത്തിലുള്ള പരിധി ഇപ്പോൾ ബാധകമായിരിക്കുന്നത്. ഉയർന്ന വരുമാനക്കാരുടെ നികുതി സ്ലാബ് 2 തിരിച്ച് 2.5 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 45%, 2.8% മുകളിലുള്ളവർക്ക് 47% നികുതി ചുമത്താനാണ് പുതിയ തീരുമാനം. മലയാളികളെ തീരെ ബാധിക്കാത്ത ഒരു കാര്യമാണ്. മറ്റ് പ്രധാന മാറ്റങ്ങൾ പറയുമ്പോൾ നികുതി പരിഷ്കാരങ്ങൾക്ക് പുറമെ ജർമ്മനിയിലെ കടുത്ത ബ്യൂറോക്രസിയും പേപ്പർ വർക്കുകളും കുറയ്ക്കാനും ജീവനക്കാരുടെ അനാവശ്യമായ സിക്ക് ലീവ് പോളിസികൾ കൂടുതൽ കർശനമാക്കാനും പുതിയ പാക്കേജിൽ വ്യവസ്ഥയുണ്ട്. ഇക്കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ്, അതുകൊണ്ട് ഇവിടെ പരാമർശിക്കുന്നില്ല. ചുരുക്കത്തിൽ ജർമ്മനിയിലെ ഭൂരിഭാഗം വരുന്ന മലയാളി നഴ്സുമാർക്കും IT ജീവനക്കാർക്കും കുടുംബങ്ങൾക്കും ഈ പുതിയ ബജറ്റ് പരിഷ്കാരം വഴി കയ്യിൽ കൂടുതൽ പണം ലഭിക്കുമെന്നത് തികച്ചും ഒരു സന്തോഷ വാർത്തയാണ്. എങ്കിലും മിനി ജോബ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ നികുതി നൽകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പുതിയ നികുതി പാക്കേജ് പ്രവാസികൾക്ക് ഏറെ മെച്ചം എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.